ആ ചെറുപ്പക്കാരൻ പൊൻകുന്നമലയുടെ മുകളിൽ പോലീസ് ജീപ്പിനടുത്തായിട്ടാണ് നിൽക്കുന്നതെന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ലോകേശ്വരം പഞ്ചായത്തിലെ മണിപ്പറമ്പിൽ ലാലച്ചന്റെ മകൻ രമേശിനാണ് ഈ ഒരു സാഹസം വഴി വൈറലാകുവാൻ ശ്രമിച്ചിരിക്കുന്നത്. യൂട്യൂബിൽ വൈറലാകുന്നതിന് വേണ്ടി സ്ഥലം യസയുടെ പോലീസ് ജീപ്പ് തട്ടിയെടുത്താണ് ഈ ചെറുപ്പക്കാരൻ പൊൻകുന്നമലയുടെ മുകളിൽ വൈറലാകുവാൻ എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ പറ്റത്തില്ല. ബെൽറ്റ് ബോംബ് കെട്ടിക്കൊണ്ടാവാ ഇരിക്കുന്നത്. ആരെങ്കിലും കയറി കഴിഞ്ഞാൽ റിമോട്ട് ഞെക്കും, ബെൽറ്റ് ബോംബ് പൊട്ടും. നിന്റെ മൊബൈലിനകത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിന്റെ വാർത്തയാടാ. എടാ നീ വൈറലായി കഴിഞ്ഞ് എന്റെ പൊന്നുമോനെ നീ ഒന്ന് ഇറങ്ങി വാടാ അവിടുന്ന് ഇങ്ങോട്ട്. ഇരിക്കുന്നുണ്ടാ തോന്നുന്നു മോഹൻലാലാണ്. എടാ നിന്നെ കുറിച്ചുള്ള വാർത്തയാടാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. ഇനിയെങ്കിലും നീ ഇറങ്ങി വാ ഇങ്ങോട്ട്. വാട്സാപ്പിൽ മാത്രം വന്നാ പോരാ, ഇന്റർനാഷണൽ ചാനൽ മുഴുവൻ എന്റെ വാർത്ത വരണം. ഡിസ്കവറി ചാനൽ വരെ എന്റെ വാർത്ത വരൂടാ. എന്തോന്ന് പറഞ്ഞ്? സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പോലീസ് ജീപ്പും തട്ടി ഇതാ മലയുടെ മുകളിൽ നിൽക്കുന്നു. ഡിസ്കവറി ചാനലാണെങ്കിൽ ജീപ്പ് പാട്ടൊന്നും ആയിരിക്കത്തില്ല. ഒരു വെള്ളം ഇറങ്ങാൻ കപ്പയും പെടുത്തോണ്ട് മലയുടെ മണ്ടേ കയറിയെന്നായിരിക്കും. ഒന്ന് കാണിച്ചേടാ, ഒന്ന് കാണിച്ചേടാ. ചാനലുകാർ വരുന്നു. എന്റെ ദൈവമേ, ഈ ചെറുക്കന് ഇത് എന്തോത്തിന്റെ കേട്? എടാ ഇറങ്ങണേ, ഇറക്ക താഴത്തോട്ട്. ഇറങ്ങാനാ അച്ഛമ്മച്ചൊന്നും നിക്കറല്ല, ബെൽറ്റ് ഓമ്പിക്കണ്ട് ഞാൻ നിക്കുന്നത്. എനിക്ക് വൈറലാവണം. നിനക്ക് എന്തായാലും കാര്യം ഉണ്ട്, ഇറങ്ങി വന്നിട്ട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പരിഹാരമില്ല. പറഞ്ഞോളൂ എന്റെ ഈ സൈഡ് എന്തിനാണെന്ന്. അവന്റെ ഈ സൈഡിൽ എന്താണെന്നറിയാമോ? അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്ത പാടാ. നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് 800 അടി മുകളിൽ പൊൻകുന്നമലയിലാണ്. സോഷ്യൽ മീഡിയ വഴി വൈറലാകുവാൻ വേണ്ടി സ്ഥലം യസയുടെ ജീപ്പ് മോഷ്ടിച്ച് മലമുകളിലേക്ക് ഓടിച്ചു കയറ്റിയ രമേശാണ് നമ്മൾക്കൊപ്പം നിൽക്കുന്നത്. നമുക്ക് രമേശിന്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. പറയൂ രമേശ്, ആരാണ് നിങ്ങൾക്ക് ഈ പ്രചോദനം നൽകിയത്? മലയാളം വേണ്ട, കിഴങ്ങും മുടിഞ്ഞ് ഇരിക്കുമല്ലോ അവൻ അങ്ങോട്ട് പറയാനായിട്ട്. അവന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ മുത്തച്ഛൻ ഏതാണ്ട് 90 വയസ്സ് വരും. ഈ മുത്തച്ഛന്റെ അതിസാഹസ്യമായ പ്രകടനങ്ങൾ കണ്ടാണ് അവൻ ഈ പ്രചോദനമായത്. മുത്തച്ഛനാണ് രമേശിന് പ്രചോദനം നൽകിയിരിക്കുന്നത്. പറയൂ, ഇപ്പോൾ ആ മുത്തച്ഛൻ എവിടെയുണ്ട്? ഈ മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു 10-200 ബ്ലേഡ് ഒരുമിച്ച് വിഴുങ്ങിയായിരുന്നു. ഭയങ്കര സാഹസ്യമായ സംഭവമായിരുന്നു. ആ ബ്ലേഡ് വിഴുങ്ങിയതിനു ശേഷമാണ് അവൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് തന്നെ. 90 വയസ്സുള്ള മുത്തച്ഛൻ 200 ബ്ലേഡ് വിഴുങ്ങിയിട്ടാണ് നമുക്ക് രമേശിന് പ്രചോദനം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ മുത്തച്ഛൻ എവിടെയുണ്ട്? 200 ബ്ലേഡ് വിഴുങ്ങിയ മുത്തച്ഛൻ വയറും കീറിയിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഒരു കുട്ടി പുട്ടി എന്ന വയറ്റിൽ കൂടെ ചെതറും പുട്ടെല്ലാം കൂടെ ആ പരുവത്തി നിൽക്കും. അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ പറയാനാണ്? ചാനലേറി എണീക്കാൻ പോയിട്ട് ചുറ്റും എന്നെ കാണാൻ എന്നെ ശ്രദ്ധിക്കൂ. അത് എണീക്കാനല്ല, കൃഷ്ണപ്പനാണ് എന്റെ വായി കാഷ്ടിച്ച് വെച്ചോരാ. വായടേടാ കൃഷ്ണപ്പനെ കണ്ട എനിക്കറിയാം. കാലിൽ ഓടക്കുഴലുണ്ടായിരിക്കും. ഇവനെ എറിഞ്ഞ കൊണ്ടാന്നിരിക്കുന്ന ആയിരിക്കും. എടാ ഇറങ്ങി വരാനാ പറഞ്ഞത്. ഞാൻ ഇവിടെ വയറിലായി. രമേശിന്റെ അതിസാഹസികമായ പ്രകടനം കാണുവാൻ വേണ്ടി നമ്മുടെ കേരള പോലീസ് എത്തിയിരിക്കുകയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പറയൂ സാർ, എന്താണ് പറയാനുള്ളത്? പറയൂ സാർ. സാറേ എന്തിനാ കൈക്കുറി കാണിക്കുന്നത്? എന്തായാലും വാതർന്നൊന്ന് പറ. മീശ തെറിച്ചു പോയതിനായിരുന്നു. 10 പൊക്കത്തിൽ കയറി വന്നിട്ട് ഞാൻ നടക്കുന്നുണ്ട്. കച്ചേരി പാടണോ? അണച്ചണച്ചെന്റെ മര്യാദയ്ക്ക് ഇറങ്ങി വരത്തില്ലല്ലോ. ഞങ്ങളെ സ്റ്റേഷൻ അടിച്ചോണ്ട് പോയത്. പോലീസ് ജീപ്പ് ഇടിച്ചു കയറ്റി വെച്ചേക്കുവാ. നിനക്കറിയാമോ, ഞങ്ങൾ അവിടെ കിടന്നുണ്ട് എന്തോ ചക്ര വരുവാ. എന്റെ സാറേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. ഇല്ല കാര്യത്തിന് ഞാൻ ഉടനെ തീരുമാനം ഉണ്ടാക്കിക്കോളാം. ഞാൻ ഈ ജീപ്പ് ഓട്ടം ഞാൻ അങ്ങോട്ട് വരുവുള്ളൂ. ഇറങ്ങി വേണോ? ഞാൻ വരത്തില്ല. മര്യാദയ്ക്ക് ഇറങ്ങി വരാനാ. വരത്തില്ല. ഞാൻ വിളിക്കാം, അവൻ ഇറങ്ങി വരും. മാറിയെന്ന് എല്ലാരും ഇറങ്ങി വാടാ. ഇവിടെ ഇറങ്ങി വരാൻ മാറിയിരിക്കും. അവൻ ആ പുള്ളിക്ക് ഇറങ്ങി വരാനുള്ള സൈഡ് കൊടുക്കുന്നത് നിങ്ങള്. ഇവിടെ എനിക്കറിയാമെല്ലാം ചുട്ടി. ഇവിടെ മീന്തലയെല്ലാം ചുട്ടു വെച്ചേക്കുന്നത്. ഞാനിവിടുത്തെ സ്ഥലം എസ് ഐ. ഇത് വാട്ടർ കളർ ബോക്സ് അല്ല. അത് മനസ്സിലാക്കാതെ മണിക്കൂറായി സാറേ എന്തെങ്കിലും ഒരു മാർഗം ചെയ്ത ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ. വെള്ളം മാത്രം ഫോൺ എടുത്തായി. വീട്ടിൽ ചെന്നത് ടി വി ഉണ്ടായി. രമേശിന് മുന്നിൽ കേരള പോലീസ് പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തോറ്റു പോകുന്നു. കേരള പോലീസ് പൊളിക്കണം. ഇവനെ ഇറക്കാൻ വേണ്ടി ഒരു 6:30 മണിക്കായി സാറേ. അവനെ എത്ര ഫാസ്റ്റാക്ക്. നിങ്ങൾ ഇത്തിരി പഴം പിടിക്കാൻ നിൽക്കാതെ ഒന്ന് ഫാസ്റ്റാക്കി അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റും. ഉള്ള ജീപ്പ് അവൻ എടുത്തോണ്ട് പോയില്ലേ? അല്ല പിന്നെ ഒരു കാര്യം ചെയ്ത് പിടിക്കാം.
ഇങ്ങനെ കയറി ചെല്ലാൻ എനിക്ക് പറ്റുമോ? ഇത് എന്താ പേക്കൂത്താ സാറേ ഈ കാണിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങ് കയറി ചെല്ലാം. അല്ല അവൻ അറിയാലും ബെൽറ്റ് പോകുമ്പോ അവൻ റിമോട്ടിൽ ജഗ് വെക്കാൻ മൊത്തം പൊട്ടിത്തെറിക്ക് സാറിന്റെ മണ്ട പറയും. എന്റെ ദൈവം, എനിക്ക് ജീപ്പില്ല സ്റ്റേഷനിൽ ചെല്ലാൻ പറ്റുവാണെന്ന്. ഏത് നേരത്താണോ ഇവനെ ഇനിയിപ്പോ താഴോട്ട് ഇറക്കാൻ എന്നാ ഒരു ഐഡിയ വല്ലതും ഉണ്ടോ? ഇത് പിടിവിട്ടില്ല. അതവിടെ കിടന്ന് പുഴുത്ത് നാറി ഒരു ചീഞ്ഞൊരു പരുവാ. എന്നിട്ട് ശക്തിവാൻ കളിക്കുക പുള്ളി കിടന്നത്. ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് മൈക്ക് വെടി വെച്ചാലോ? Yes! Brilliant! സത്യം പറഞ്ഞ് താങ്കൾ പോലീസ് വരേണ്ട ആളല്ല, താങ്കൾ പട്ടാളത്തിൽ അതിർത്തിയിൽ നിൽക്കേണ്ട ആളാണ്. ഇവനെ മയക്ക് വെടി വെക്കുന്നു, നേരെ അവന്റെ ദേഹത്ത് കൊള്ളുന്നു, അവൻ മൈഞ്ഞു താഴോട്ട് വീഴുന്നു, നമ്മളെല്ലാവരും കൂടെ പിടിച്ചോണ്ട് പോകുന്നു. ഓക്കേ? തോക്കെടുക്ക് സാറേ, തോക്കേ മലയുടെ അടിവാരത്തിരിക്കുകയാണ്. അവിടെ എന്നാ പുഴുകാൻ കൊണ്ട് വെച്ചാകും അടിവാരത്ത്. രാവിലെ ഞാനിവിടെ കാട്ടിൽ തേങ്ങ എടുക്കുന്നെന്നാണ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കയറി വന്നാണ്. ഞാൻ അപ്പമർത്ത് ഒറ്റാണം കയറി പോകുന്നു. ഇവിടെ നോക്കിയിരിക്കാണ്, കയറി പിടിക്കണോ അവനെ? സാറേ, ഈ വയറും വെച്ചോണ്ട് ഞാൻ എങ്ങനെ കേറും? എന്റെ വർത്താനം കേട്ടതൊന്നും എനിക്കിവിടെ AC ഫിറ്റ് ചെയ്ത് വെച്ചേക്കോന്ന്. ഇത് കേറാൻ വേണ്ടതുണ്ടല്ലോ. ഞാൻ അപ്പമർത്തും. വേണ്ടോ, ഞാൻ ക്യാമറ കളിക്കാനല്ല ലൈറ്റ് വെച്ചോണ്ടിരിക്കുന്നത്. ഇനി ഒരു വഴിയുള്ളു, എനിക്ക് ഇവന്റെ മുഖം കാണുമ്പോൾ എനിക്കൊക്കെ ചൊറിഞ്ഞു കയറും. ഇവനെ ഇതെന്താ ചെയ്യുമോ ഇത്? സാറേ, ഇതെന്താ ചെയ്യുമോ ഇത്? ഇവന്റെ ചെവി കടിച്ചു ചെവി കടിച്ചു പറിക്കണമെങ്കിൽ അത് വയറ് കുറച്ച് അരിഞ്ഞ് കളയണം. അത് കേറത്തില്ല ഇത്. ഞാൻ പറയാം. എന്നെ ശ്രദ്ധിക്കൂ. എനിക്ക് ആത്മഹത്യ ചെയ്യണം. എനിക്ക് ചാടണം. എനിക്ക് ചാടണം. എനിക്ക് ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്യാൻ പോണോ? ഞാൻ ചാവും. ഞാനും മുകളിലോട്ട് കയറണം. എനിക്ക് ചാവണം. ഞാനും ചാവാൻ പോവേണം. വേറെ മലയിലോട്ട് പോണോ? ഇത് എന്റെ മലയാണ്. എനിക്ക് വേറെ കുത്തിമലയില്ല, ഞാൻ ഇവിടെ ചാവും. ഇത് പൊട്ടാമലി ബെൽറ്റ് ബോംബാണ് കെട്ടിയിരിക്കുന്നത്. എനിക്ക് നമുക്ക് ഷെയർ ചെയ്ത് ചാവാം. പ്രേക്ഷകരെ, ആകാംക്ഷാഭരിതമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരാണ് മലയ്ക്ക് മുകളിൽ ചാകാൻ വേണ്ടി നിൽക്കുന്നത്. അവനെ ബൂസ്റ്റ് ചെയ്യല്ല, എന്നെ മാത്രം ബൂസ്റ്റ് ചെയ്യും. നീ എന്തിനു വേണ്ടി ചാവാനാ കയറിയത്? ഇത് വിടാത്തല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തിനു വേണ്ടി ചാവാൻ എനിക്ക് കയറിയത്? സമാധാനമില്ല. അയ്യോ, ഞങ്ങള് പിന്നെ കവിഞ്ഞ് കിടക്കുവാണല്ലോ സമാധാനം. കാര്യം പറയട്ടാന്ന്. ഞാൻ ജോലി കഴിച്ച സമയത്ത് വീട്ടിൽ എത്തിയിലേക്ക് പെണ്ണുമ്പിള്ളേരെ കൊണ്ട് എല്ലാ ജോലി ചെയ്യിപ്പിക്കും. പാത്രം ഞാൻ കഴുകണം, തുണി ഞാൻ കഴുകണം, ചോറ് ഞാൻ വെക്കണം. അതുകൊണ്ട് എനിക്ക് ചത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചത്ത് മരിക്കേണ്ട സമയം കഴിഞ്ഞു. അതെന്നാ സാറേ? ഞാൻ ഡെയിലി ഇങ്ങോട്ട് ക്യാമറ പിടിക്കാം. ഡെയിലി 2 യൂണിഫോം ഇടുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ. അതെന്താ സാറേ? രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ എന്റെ ഈ പോലീസ് യൂണിഫോം, വൈകിട്ട് 8 മണി തൊട്ട് വിട്ടോത്ത് രാവിലെ വരെ പെണ്ണുമ്പിള്ളയുടെ നൈറ്റ്, അത്ര ജോലി ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കൂ, എന്നെ മാത്രം ശ്രദ്ധിക്കൂ. ഇതിന്റെ മാത്രം ഞാനൊരു കാര്യം പറയാം. എന്റെ ചാവാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്റെ ശവം ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് തരരുതേ. ഞാൻ 2 ദിവസം നോയമ്പെടുത്ത് നോക്കി, ഞാൻ ഇറച്ചി മീൻ തിന്നുവല്ല, അതുകൊണ്ടാ. എനിക്ക് തരല്ലേ പ്ലീസ്. നീ ഇറങ്ങി പോടാ അവിടുന്ന്. എനിക്ക് ചത്തേ പറ്റത്തുള്ളൂ. നീ പോടാ അവിടുന്ന്. നിങ്ങൾ എന്നെ പോയി TV കാണണ്ട, ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ കിടന്ന് വെള്ളം വെക്കാനേ. എടാ, ഇവന്റെ ഭാര്യയില്ല ഇത്. നിന്റെ ഭാര്യ വരുന്നേ. നിന്റെ ഭാര്യ വരുന്നെന്ന്. നിങ്ങൾക്ക് എന്താ പറ്റിയ തലക്കോളം ഈ മോളിൽ കയറി? ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഇങ്ങോട്ട്. ഏതെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഞാനൊന്ന് വയറിലായിക്കോട്ടെ. നീ വീട്ടിൽ പോയി ഇവിടുന്ന്. ഞാൻ അങ്ങോട്ട് കയറി വരണേ ഇനി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അളിയ പറഞ്ഞു ബെൽറ്റ് ബോംബ് വെച്ചേക്കുന്നത് പൊട്ടിത്തെറിക്കുന്ന അങ്ങോട്ട് കയറി പോവരുത്. എന്റെ ചേട്ടൻ, ഞാൻ വീട്ടിൽ അടുക്കളപ്പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വടക്കല് രമണ ചേച്ചി വന്നിട്ട് പറഞ്ഞു, "ഏടി നിന്റെ കെട്ടിയാണ് TV കാണിക്കുന്നത്." വലിയ കാര്യത്തിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോ ഇയാള് മലയുടെ മുകളിൽ എലി എന്തൊക്കെ പറഞ്ഞാലും, TV കാണിച്ചത്. കണ്ടാ വയറിലായി തുടങ്ങി. നീ പോ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് സാർ. ഒരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്ക്. അവൻ ബെൽറ്റ് ബോംബ് കെട്ടിയേക്കുക. ആ റിമോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ അവൻ പൊട്ടിത്തെറിക്ക് ഇവിടെ ആകെ ചാമ്പലാവും. എല്ലാവരും കേൾക്ക. ഈ റിമോട്ട് അമർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാമോ? വീട്ടിലെ ടിവിയുടെ ചാനൽ മാറും. ഇവിടെ ചാനൽ മാറുവോ? ഞങ്ങളുടെ ടിവിയുടെ റിമോട്ട് അത് ഇങ്ങോട്ട് കൊച്ചു TV കാണാൻ വേണ്ടി കരച്ചിലാണ് അവിടെ. റിമോട്ട് കൊണ്ട് മലയുടെ മുകളിൽ കയറിയിരിക്കണം. ഇങ്ങോട്ട് ഇടുന്ന റിമോട്ട്. പൊട്ടൂല. കളർ റിമോട്ട്. ഇത്രയും പേര് ഫൂളായി. ഇത് പൊട്ടത്തില്ല. പൊട്ടത്തില്ലേ? കൊച്ചിനുണ്ട് പെട്ടെന്ന് കാണാൻ പറ. പൊട്ടത്തില്ലേ? ഇല്ല, പൊട്ടത്തില്ല. പോവാം. എവിടെ കൊണ്ടുപോണ ചേട്ടനാ? സ്റ്റേഷനിലോട്ട്. പിന്നെ നീ എന്തോ വിചാരിച്ചോ ഞാൻ മലയുടെ മുകളിൽ വന്നിട്ട് ചാടിച്ചാവാൻ വേണ്ടി വന്നിരുന്ന? കേരള പോലീസിനെ കളിയാക്കാൻ പറ്റൂടാ? സാറ് പോലീസാണ്. അല്ല, ഇറങ്ങണ താഴോട്ട്. ഇറങ്ങണ. നിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ഇറങ്ങോട്ട്. അപ്പൊ എന്റെ ഒരു പോലീസിനടുത്തടാ കളിക്കുന്നത്. പ്രേക്ഷകരെ,
വൈറലാകാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ രമേശിന് അതിക്രൂരമായ മർദ്ദനമാണ് പോലീസിൽ നിന്നും കേട്ടിക്കൊണ്ടിരിക്കുന്നത്. സാറ് അടിക്കില്ല സാറേ, ചേട്ടൻ അടിക്കില്ല നീ സാറേ. പോയിരുന്നൊരു TV കൂടെ റിപ്പോർട്ടുണ്ട്. സാർ അടിച്ചോ സാറേ? എനിക്ക് വരാം. ഇവിടെ വന്ന് ഇടിച്ചാ. പോലീസ് എനിക്ക് വൈറലായി. എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് വൈറലായാ മതി. സാർ എന്നാ പണിയാ കാണിച്ചത്? ഇവിടെ ഇത്രയും ബഹളം നടക്കുമ്പോ സാറ് മുറുക്കാൻ പോയോ? ഈ മലയാള മടക്കി സാറിന് ആരാ മുറുക്കാൻ കൊണ്ട് തന്നത്? എടോ ഇത് മുറുക്കാനല്ല, ചോരയാ. എന്റെ കൂട്ടത്തിൽ ഒരു ഐഡിയ മാനില്ലായിരുന്നോ? അവന്റെ മുട്ടുകാരനെ ഞാൻ തല്ലി പൊട്ടിച്ചേച്ച് ആ പാറയുടെ കീഴിലിട്ട് അവന്റെ ചെവി അടിച്ചു പറിച്ചേച്ച് വരുന്ന വഴിയാ ഞാൻ. സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? എന്റെ പേര് രഘുഭായ്. രഘുഭായി എന്നല്ല, നരഭോയി. അതായിരിക്കും അവൻ താ നിൽക്കും സാറേ. അത് ശരി, നിന്നെ പിടിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സാർ, എന്തായാലും എന്നെ പോലീസ് കൊണ്ടുപോകല്ലോ. അപ്പൊ ഈ കണ്ണൂരായിരിക്കും കൊണ്ടുവന്ന പൂജപ്പുരായിരിക്കും. അതിന് അങ്ങനെ വെച്ചേ. അല്ല എവിടെ ആയിരുന്നാലും എനിക്ക് വൈറലാവണം. ഇനി നീ ആയിരിക്കല്ല വൈറലാൻ പോകുന്നത്. നിന്നെ പിടിച്ചതിന്റെ പേരിൽ ഞാനായിരിക്കും വൈറലാകാൻ പോകുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ. ഈ നാരേന്ന് പറഞ്ഞ ചത്തില്ലേ?